നമസ്കാരം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സീറ്റ് വിഭജന സമയത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന കോലാഹലങ്ങൾ അത് പണ്ടൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അന്നൊക്കെ സംഘർഷം, രാജി, പിളർപ്പ് ഇങ്ങനെയൊക്കെയായിരുന്നു കോൺഗ്രസിനുള്ളിലെ സ്ഥിരം കലാപരിപാടികൾ. എന്നാൽ ഇന്ന് അതേ കോൺഗ്രസിനുള്ളിൽ നിന്നും പ്രത്യേകിച്ച് ഒരു വാർത്തയും പുറത്തെത്തുന്നില്ല. മാത്രമല്ല, അധികാരമോഹികളായ അല്ലെങ്കിൽ കസേരമോഹികളായ കോൺഗ്രസുകാരൊക്കെയും തങ്ങൾ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഇന്ന് മത്സരിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ ഏറ്റവും അധികം നിഴലിക്കുന്നത് അവർക്ക് അധികാരമുള്ള കർണാടകത്തിലും അതുപോലെ തന്നെ അവർക്ക് ശക്തമായ അടിത്തറയുള്ള മഹാരാഷ്ട്രയിലും തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ക്ഷാമം രൂക്ഷമാകുന്നു കർണാടകയിൽ എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഈ സ്ഥാനാർത്ഥി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള മന്ത്രിമാരുടെ മക്കളെയൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ദില്ലിയിൽ ചേർന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 5 മന്ത്രിമാരുടെ മക്കളുടെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും കർണാടക മന്ത്രിസഭയിലെ 7 മന്ത്രിമാരെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കളത്തിൽ ഇറങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ഭരണം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ടാണ് അവർ ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാതെ ഇരുന്നത്. മാത്രമല്ല, മക്കളെ ഇറക്കി അവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു പരിചയം ഉണ്ടാക്കി കൊടുക്കാൻ ഈ അവസരം ഉപയോഗിക്കാം എന്ന ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ മിക്ക നേതാക്കളും സ്വീകരിച്ചത്. എന്തായാലും KPCCയുടെ അധ്യക്ഷനായ DK ശിവകുമാർ തന്നെയായിരുന്നു ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾക്ക് സീറ്റ് കിട്ടാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന അതേ അച്ഛന്മാർ തന്നെയാണ് ഇപ്പോൾ അവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ജയസാധ്യതയുള്ള നേതാക്കൾ മത്സരത്തിന് ഇറങ്ങണം എന്ന് തറപ്പിച്ച് പറയുമ്പോൾ നേതാക്കൾ തിരിഞ്ഞോടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ആ നേതാവ് അപ്രത്യക്ഷനാവും. അതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകളില്ലാതെ മാറി നിൽക്കേണ്ടി വരും. പ്രവർത്തന മേഖല കൂടുതലായും തലസ്ഥാനത്തേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വന്തം തട്ടകത്തിൽ നിന്നും അധികാരം കുറച്ച് അയയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ സ്വന്തം തട്ടകത്തിൽ അധികാരം ശോഷിക്കും എന്ന കാര്യം ഈ നേതാക്കൾക്ക് നല്ലവണ്ണം അറിയാം. പുറത്ത് കോൺഗ്രസ് പാർട്ടി പറയുന്നത് തങ്ങൾ പുതുമുഖങ്ങളെ ഇറക്കുന്നു, പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നു എന്നൊക്കെയാണ്. ഇതൊക്കെ അണികൾക്ക് ആവേശം പകരാനുള്ള ഡയലോഗ് മാത്രമായി വേണം വിലയിരുത്താൻ. കാരണം ഈ 2 സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇത്ര കണ്ട് സ്ഥാനാർത്ഥി ക്ഷാമം ഉള്ളപ്പോൾ കോൺഗ്രസ് പാർട്ടി പുതുമുഖങ്ങളെ ഇറക്കുന്നത് തീർച്ചയായും ആ ഒരു ജാള്യത മറച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ്. മോദിയെ തളയ്ക്കേണ്ട ജനപ്രീതിയുള്ള കരുത്തരായ നേതാക്കൾ അണിയറയിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.